ബൈബിളിലെ 4-ാം വാക്യമെന്താണെന്ന് നോക്കാം. അന്നുമുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. കലഹിക്കുന്ന ഒരു രാജ്യത്തിൽ സമാധാനപരമായി ഭരിക്കാൻ ഇഷ്ടമുള്ള രാജാവിന് സമാധാനത്തോടെ ഭരിക്കാൻ സാധിക്കില്ല. ഭരിക്കാനൊക്കെ സാധിക്കും. സമാധാനക്കേട് ഉണ്ടാക്കുന്നവരെ കൊന്നാൽ ഭരിക്കാൻ സാധിക്കും. സമാധാനക്കേട് ഉണ്ടാക്കുന്നവർ ആ രാജ്യത്തിലെ എല്ലാവരുമാണെങ്കിൽ അവരെയെല്ലാവരെയും കൊന്നാൽ ജനങ്ങളെ ഭരിക്കാൻ സാധിക്കുമോ? ഇത് രാജാവിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ നടക്കുന്ന കാര്യവും സമാനമാണ്. അന്ന് രാജാവാണെങ്കിൽ ഇന്ന് രാഷ്ട്രീയ നേതാക്കൾ, മതനേതാക്കൾ, പല സംഘടനകൾ ആണ് കലഹിക്കുന്നത്. കലഹിക്കുന്നവരുടെ നടുവിൽ സമാധാനപരമായി ഒരിക്കലും ഒരാൾക്കും ഭരിക്കാൻ സാധിക്കില്ല. അങ്ങനെ എല്ലാവരെയും ഭരിക്കണമെങ്കിൽ കലഹിക്കുന്നവരെ മാനസാന്തരപ്പെടുത്തണം. ദൈവത്തിന്റെ രാജ്യം ഭൂമിയിലേക്ക് വരുവാൻ ഏറ്റവും ആദ്യം വേണ്ടത് മാനസാന്തരമാണ്. ഇതുവരെ തെറ്റ് ചെയ്തു, ഇനി മുതൽ ശരി ചെയ്യണമെന്ന തിരിച്ചറിവാണ് മാനസാന്തരം. കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. 1. ഞാൻ ഇതുവരെ നുണ പറഞ്ഞ് ജീവിച്ചു. ഇനി സത്യം പറഞ്ഞ് ജീവിക്കും. 2. ഞാൻ ഇതുവരെ അന്യായം ചെയ്ത് ജീവിച്ചു. ഇനി ന്യായം ചെയ്ത് ജീവിക്കും. ഇങ്ങനെ മാറി ചിന്തിക്കുന്നതാണ് മാനസാന്തരം. മാനസാന്തരം എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിന് ഒരു മാറ്റം വരുക എന്നാണ്. ഞാൻ ഇതുവരെ സത്യം പറഞ്ഞ് ജീവിച്ചു. ഇനി നുണ പറഞ്ഞ് ജീവിക്കും. ഞാൻ ഇതുവരെ ന്യായം ചെയ്ത് ജീവിച്ചു. ഇനി അന്യായം ചെയ്ത് ജീവിക്കും. എന്നെല്ലാം ചിന്തിക്കുന്നത് മനസ്സിന്റെ മാറ്റമാണെങ്കിലും ക്രിസ്തീയ വീക്ഷണത്തിൽ മാനസാന്തരം എന്നത് തിന്മയിൽ നിന്ന് നന്മയിലേക്കും പാപത്തിൽ നിന്ന് ദൈവത്തിലേക്കും ഉള്ള ഒരു ഹൃദയപരമായ മാറ്റവും പിന്തിരിയലുമാണ്. ഇത് ഒരാൾ തെറ്റായ പാതയിലായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ആ തെറ്റുകൾ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുന്ന പ്രക്രിയയാണ്.